11-ാം സ്ഥലം കേവലം ഒരു ശാരീരിക പീഡനത്തിൻ്റെ വിവരണമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ ക്രൂരതയ്ക്ക് പൂർണ്ണമായി കീഴടങ്ങിക്കൊടുത്ത നിമിഷമാണ്. ഇവിടെ നാം കണ്ണീരോട് ധ്യാനിക്കേണ്ട 3 പ്രധാന തലങ്ങളുണ്ട്. ഒന്നാമത്തേത് നിശബ്ദതയുടെ ശക്തി. ഈശോയുടെ കൈകാലുകളിൽ പടയാളികൾ കനത്ത ചുറ്റിക കൊണ്ട് ആണിയടിച്ചു തറയ്ക്കുമ്പോൾ അവിടുന്ന് നിലവിളിക്കുകയല്ല ചെയ്തത്. പകരം ആ വേദനയെ ഈശോ ഒരു പ്രാർത്ഥനയാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന വേദനകളിലും തകർച്ചകളിലും പരാതിപ്പെടാതെ അവയെ ദൈവഹിതമായി സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഈശോയുടെ നിശബ്ദത നമ്മെ പഠിപ്പിക്കുന്നത് വലിയ വിജയങ്ങൾ പലപ്പോഴും വലിയ സഹനങ്ങളുടെ നിശബ്ദമായ സ്വീകരണത്തിലൂടെയാണ് ഉണ്ടാകുന്നതെന്നാണ്. രണ്ടാമത്തേത് മുറിവുകളിലെ പ്രത്യാശ. ഈശോയുടെ തിരുമുറിവുകൾ മരണത്തിൻ്റെതല്ല, മറിച്ച് പുതിയ ജീവൻ്റേതാണ്. അവിടുത്തെ ആണിപ്പഴുതുകൾ നമുക്ക് അഭയം നൽകുന്ന സങ്കേതങ്ങളാണ്. നമ്മുടെ പാപങ്ങൾ നിമിത്തമാണ് ഇരുമ്പാണികൾ ഈശോയുടെ ശരീരത്തിൽ ആഴ്ന്നിറങ്ങിയത്. എന്നാൽ അതേ ആണികൾ തന്നെയാണ് നമ്മയും ദൈവത്തെയും തമ്മിൽ കൂട്ടിയിണക്കിയത്. മൂന്നാമത്തേത് ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അവിടുത്തെ കൈകാലുകൾ കുരിശിൽ തളയ്ക്കപ്പെട്ടത് നമ്മുടെ പാപബന്ധനങ്ങളിൽ നിന്നും നമ്മെ സ്വതന്ത്രരാക്കാനാണ്. തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്ന നമ്മുടെ പാദങ്ങളെയും അരുതാത്തവ പ്രവർത്തിക്കുന്ന നമ്മുടെ കരങ്ങളെയും വിശുദ്ധീകരിക്കാൻ തന്നെ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെ, അങ്ങയുടെ കൈകൾ കുരിശിൽ തറയ്ക്കപ്പെട്ടത് എൻ്റെ കൈകൾ ചെയ്ത തെറ്റുകൾക്ക് പകരമാണല്ലോ. അങ്ങയുടെ കാലുകൾ തറയ്ക്കപ്പെട്ടത് ഞാൻ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചതിനാലാണല്ലോ. ഇനി ഒരിക്കലും ഈശോയെ വേദനിപ്പിക്കുവാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉരുകുന്ന മനസ്സോടെ 11-ാം സ്ഥലത്തേക്ക് കടക്കാം. കുരിശിൽ കീഴടത്തിയിടുന്നു നാഥന്റെ കൈകാൽ തറച്ചിടുന്നു. മധ്യേനു രക്ഷ നൽകാൻ എത്തിയ ദിവ്യമാം കൈകാലുകൾ. കനിവറ്റ വൈരികൾ ചേർന്നു തുളച്ചെന്റെ കൈകളും കാലുകളും. പെരുകുന്നു വേദന, ഉരുകുന്നു ചേതന, നിലയറ്റ നീർക്കയം. മരണം പരത്തിയോ ഇരുളിൽ കൊടുങ്ങി, ഭയമെന്നെയൊന്നായി വിഴുങ്ങി. 11-ാം സ്ഥലം ഈശോ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോ മിശിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഈശോയെ കുരിശിൽ കിടത്തി കൈകളിലും കാലുകളിലും അവർ ആണിതറയ്ക്കുന്നു. ആണിപ്പഴുതുകളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. ഉഗ്രമായ വേദന, മനുഷ്യൻ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവിടുത്തെ അധരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ കർത്താവേ, സ്നേഹത്തിന്റെ പുതിയ സന്ദേശവുമായി വന്നങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകത്തിൽ നിന്നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ദോഷിച്ചു. യജമാനനേക്കാൾ വലിയ ഭൃത്യനില്ലെന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങേ പീഡിപ്പിച്ചവർ ഞങ്ങളെയും പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോടുകൂടി കുരിശിൽ തറയ്ക്കപ്പെടുവാനും ലോകത്തിന് മരിച്ച അങ്ങേക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഓ എൻ്റെ ഈശോയെ, അങ്ങയുടെ വിശുദ്ധമായ കൈകാലുകളിൽ ആണിപ്പഴുതുകൾ വീണ ആ ഭയാനകമായ നിമിഷത്തെ
ഞങ്ങൾ ഭക്തിപൂർവ്വം ധ്യാനിക്കുന്നു. അങ്ങേ കുരിശിൽ തറച്ചവർക്ക് വേണ്ടി പോലും പിതാവിനോട് ക്ഷമയാചിച്ച അങ്ങയുടെ സ്നേഹത്തിന്റെ ആഴം ഞങ്ങളെ അത്ഭുതപ്പെടുത്തുന്നു. നാഥ, പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലെ ചെറിയ പ്രതിസന്ധികളിലും സഹനങ്ങളിലും ഞങ്ങൾ തളർന്നു പോകാറുണ്ട്. ഞങ്ങളെ വേദനിപ്പിക്കുന്നവരോട് പ്രതികാരം ചെയ്യാനും വെറുപ്പ് പുലർത്താനും ഞങ്ങളുടെ മനസ്സ് വെമ്പാറുണ്ട്. ഈ 11-ാം സ്ഥലത്ത് കുരിശിൽ തറയ്ക്കപ്പെട്ട നിലയിലും അവിടുന്ന് നൽകുന്ന പാഠം ക്ഷമയുടേതാണ്. ഞങ്ങളുടെ ഹൃദയത്തിലെ കൈപ്പും വിദ്വേഷവും കഴുകിക്കളയണമേ. ഞങ്ങളെ അനാവശ്യമായി കുറ്റപ്പെടുത്തിയവരോടും പരിഹസിച്ചവരോടും ചതിച്ചവരോടും ഹൃദയപൂർവ്വം ക്ഷമിക്കുവാനുള്ള ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ ജീവിതത്തിലെ വേദനകളെയും രോഗങ്ങളെയും തകർച്ചകളെയും അങ്ങയുടെ കുരിശിനോട് ചേർത്ത് വയ്ക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. അവയൊന്നും വെറുതെയാകാതെ മറ്റുള്ളവരുടെ മാനസാന്തരത്തിനും ലോകസമാധാനത്തിനുമായി ഒരു ചെറിയ ബലിയായി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ തിരുമുറിവുകളിൽ ഞങ്ങളെ ഒളിപ്പിക്കണമേ. ലോകത്തിന്റെ മോഹങ്ങളിലേക്ക് ഓടിപ്പോകാതെ ഞങ്ങളുടെ പാദങ്ങളെ അങ്ങയോട് ചേർത്ത് തറയ്ക്കണമേ. അശുദ്ധമായവ പ്രവർത്തിക്കാതെ ഞങ്ങളുടെ കരങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ ബന്ധിക്കണമേ. അവസാന ശ്വാസം വരെ അങ്ങയുടെ ഇഷ്ടം മാത്രം നിറവേറ്റാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ.